ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് മുതൽ അടുത്ത കേറ്ററ്റിന് വേണ്ടിയിട്ടുള്ള പഠനം ആരംഭിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇനിയുള്ള ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് കേറ്ററ്റിൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ ഈ ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ കേറ്ററ്റ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനൊപ്പം ഒന്ന് കൂടെ ചേരുക. അടുത്ത കേറ്ററ്റ് ഉറപ്പായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ കേറ്ററ്റ് എഴുതുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി എന്ത് ചെയ്ത് കൊടുക്കുക, ഈ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ ഇനി മുതൽ ചുമ്മാ ഒരു ടോപ്പിക് എടുത്ത് പോകുക എന്നതിലുപരി ഓരോ ടോപ്പിക്കിൽ നിന്നും ഏതൊക്കെ ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്, ഏത് രീതിയിലാണ് ആ ടോപ്പിക്കിൽ നിന്ന് കേറ്ററ്റിൽ ചോദ്യം വന്നത് എന്നതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി, നമ്മുടെ ചോദ്യങ്ങളുടെ നിലവാരം ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ എടുത്തിട്ട് ഓരോ വർഷത്തെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് ആ ടോപ്പിക്, ആ ഒരു ക്വസ്റ്റ്യൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്പ്ലനേഷൻ തന്ന് പോകുന്ന ഒരു മെത്തേഡായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ് കാണുന്ന സമയത്ത് ആ ടോപ്പിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ടോപ്പിക്കിൽ നിന്ന് ചോദ്യം വന്നതാണോ, ഈ ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണോ, ഈ ടോപ്പിക്കിൽ നിന്ന് എങ്ങനെയുള്ള തരം ചോദ്യമാണ് വരിക, അപ്പോൾ ആ ഓരോ ടോപ്പിക്കിനെയും ഡെപ്ത് എങ്ങനെ പഠിക്കണം എന്നതിനെ സംബന്ധിച്ചൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു സീരീസിലൂടെ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. ആദ്യം നമ്മൾ കാറ്റഗറി 1ൻ്റെ ചോദ്യങ്ങളാണ് നോക്കുന്നത്. ഈ ഒരു ക്ലാസ് കാറ്റഗറി 1 എഴുതുന്ന ഒരാളെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാണ്. കാറ്റഗറി 1കാർ മാത്രം കണ്ടാൽ മതി എന്ന് ചോദിച്ചാൽ പോരാ. കാറ്റഗറി 2 എഴുതുന്നവർക്കും ഈ കാര്യങ്ങൾ ഉപകാരപ്പെടും. കാരണം ഒരേപോലത്തെ ചോദ്യം കാറ്റഗറി 2ലും വന്നിട്ടുണ്ട്. 2 വർഷങ്ങളിലായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുക. ഒന്നാമത്തെ ചോദ്യം ഞാൻ കൊടുത്തിട്ടുള്ളത്, സൂര്യഗ്രഹണം സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, ചന്ദ്രൻ ഭൂമിക്കും സൂര്യനുമിടയിൽ സഞ്ചരിക്കുന്നു. ഓപ്ഷൻ ബി, സൂര്യൻ ഭൂമിക്കും ചന്ദ്രനുമിടയിൽ സഞ്ചരിക്കുന്നു. സി, പൂർണ്ണചന്ദ്രൻ പ്രത്യക്ഷപ്പെടുന്നു. ഓപ്ഷൻ ഡി, ഭൂമി സൂര്യനും ചന്ദ്രനുമിടയിൽ സഞ്ചരിക്കുന്നു. ഇത് ഏത് വർഷത്തെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാറ്റഗറി 1 2019 ജൂൺ മാസം നടന്ന ജൂൺ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചോദ്യമാണിത്. കണ്ടോ, ഇത് കാറ്റഗറി 1ൻ്റെ ചോദ്യമാണ്. എന്നാൽ ഇതേ ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട്. സൂര്യഗ്രഹണം നടക്കുമ്പോൾ പൂർണ്ണചന്ദ്രൻ പ്രത്യക്ഷപ്പെടും. ഇതന്നെയല്ലേ ഈ ഓപ്ഷൻ സിയിൽ തന്നിട്ടുള്ളത്. സൂര്യൻ ഭൂമിക്കും ചന്ദ്രനും ഇടയിൽ നീങ്ങിക്കൊണ്ടിരിക്കും. അതെ, ഇവിടെ നോക്കിയേ, ഇവിടെ ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ സഞ്ചരിക്കുന്നു. ഒരേ ചോദ്യമാണ്, പക്ഷേ 2 വ്യത്യസ്ത കാറ്റഗറികളിലായിട്ടാണ് വന്നത്, 2 വർഷങ്ങളിലായിട്ടാണ് വന്നത്. കാറ്റഗറി 2 ഓഗസ്റ്റ് 2017 നടന്ന ചോദ്യ പേപ്പറാണിത്. അപ്പോൾ ഒരേ ചോദ്യമാണ്. ചോദ്യം ശ്രദ്ധിക്കുക. സൂര്യഗ്രഹണം സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ചന്ദ്രൻ ഭൂമിക്കും സൂര്യനുമിടയിൽ സഞ്ചരിക്കുന്നു. സൂര്യൻ ഭൂമിക്കും ചന്ദ്രനുമിടയിൽ സഞ്ചരിക്കുന്നു. പൂർണ്ണചന്ദ്രൻ പ്രത്യക്ഷപ്പെടുന്നു. ഭൂമി സൂര്യനും ചന്ദ്രനുമിടയിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ ചോദ്യം ഇതാണ്. മനസ്സിലായല്ലോ. കാറ്റഗറി 1നും വന്നിട്ടുണ്ട്, 2നും വന്നിട്ടുണ്ട്. ഈ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും സൗരയൂഥം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് തീർച്ചയായിട്ടും സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം പോലുള്ള ഭാഗങ്ങളിൽ നിന്ന് ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. അത് മനസ്സിലാക്കി വെക്കണം. അത് ഈസിയാണ് മനസ്സിലാക്കാൻ. നോക്കുക, എന്താണ് സൂര്യഗ്രഹണം, എന്താണ് ചന്ദ്രഗ്രഹണം എന്നുള്ളത് നമുക്ക് ആദ്യം പറയാം. അതിനാദ്യം ഗ്രഹണം എന്താണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കണം. ഓക്കെ, ആദ്യം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഗ്രഹണം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. നോക്കുക, ഗ്രഹണം എന്ന് പറയുന്നത് ഒരു ആകാശഗോളത്തിൻ്റെ സാമീപ്യത്താൽ മറ്റൊരു ആകാശ വസ്തു സൂര്യനിൽ നിന്നും മറയ്ക്കപ്പെടുന്നതിനെ ഗ്രഹണം എന്ന് പറയുന്നു. എന്താണ് നോക്കുക, ഒരു ആകാശഗോളത്തിൻ്റെ സാമീപ്യത്താൽ മറ്റൊരു ആകാശ വസ്തു സൂര്യനിൽ നിന്ന് മറയ്ക്കപ്പെടുന്നതിനെ ഗ്രഹണം എന്ന് പറയുന്നു. ഇവിടെ നോക്കണം, സൂര്യൻ, ചന്ദ്രൻ, ഭൂമി എന്നിവ നേർരേഖയിൽ ഒരു നിശ്ചിത അകലത്തിൽ വരുമ്പോഴാണ് എന്ത് സംഭവിക്കുക? ഗ്രഹണം സംഭവിക്കുക. ആരൊക്കെയാണ്? സൂര്യനും ചന്ദ്രനും ഭൂമിയും. നമുക്ക് സൂര്യനെ എസ് എന്ന് പറയാം അല്ലെ, സണ്ണ്. ചന്ദ്രനെ മൂൺ എം എന്ന് പറയാം. ഭൂമിയെ എർത്ത് ഇ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ സൂര്യനും ചന്ദ്രനും ഭൂമിയും എന്നിവ നേർരേഖയിൽ ഒരു നിശ്ചിത അകലത്തിൽ വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മളിപ്പോൾ പറഞ്ഞ ഗ്രഹണം സംഭവിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എത്ര തരം ഗ്രഹണമുണ്ട്? 2 തരത്തിലുള്ള ഗ്രഹണങ്ങളാണുള്ളത്. ഒന്നാണ് സൂര്യഗ്രഹണം, 2 എന്തായിരിക്കും? ചന്ദ്ര
ചന്ദ്രഗ്രഹണം. അപ്പോൾ സൂര്യഗ്രഹണവുമുണ്ട് ചന്ദ്രഗ്രഹണവുമുണ്ട്. നമ്മുടെ ചോദ്യം സൂര്യഗ്രഹണമായിരുന്നു. സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ്, ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. അപ്പോൾ സൂര്യഗ്രഹണം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഗ്രഹണം രണ്ട് രീതിയിലുണ്ട് അല്ലെ, രണ്ടെണ്ണമുണ്ട്, രണ്ട് തരമുണ്ട്, സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം. എന്താണ് ഗ്രഹണം? സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒരേ നേർരേഖയിൽ ഒരു നിശ്ചിത അകലത്തിൽ വരുമ്പോഴാണ് ഗ്രഹണം സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, സൂര്യനും ഭൂമിക്കും മധ്യത്തായി അല്ലെ സെൻട്രലായിട്ട് ചന്ദ്രൻ വരുമ്പോഴാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സൂര്യനും ഭൂമിക്കും ഇടയിൽ ആര് വരുന്നു? സൂര്യനും അല്ലെ ഭൂമിക്കും ഇടയിലായിട്ട് ചന്ദ്രൻ വരുന്നു എന്നാണ് പറഞ്ഞത് അല്ലെ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇത് പറയുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? നമ്മൾ സൂര്യനെ നമ്മൾ എന്താ പറഞ്ഞ, എസ് എന്ന് പറഞ്ഞു, സൺ എന്ന് പറഞ്ഞു, ഭൂമിയെ ഇ എന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞു, ചന്ദ്രൻ എന്ന് പറയുന്നത് എം ആണെന്ന് നമ്മൾ പറഞ്ഞു. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ഓർത്ത് വെക്കാൻ പറ്റും. ഭൂമിക്കും അതുപോലെ തന്നെ സൂര്യനും ഇടയിൽ അല്ലെ, എർത്തിനും സണ്ണിനും ഇടയിൽ ആര് വരും? മൂണ് വരും. ചന്ദ്രൻ വരുമ്പോഴാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത്. അതായത് EMS എന്ന് ഓർത്ത് വെച്ചാൽ മതി. സൂര്യനെ പോലെയാണ് EMS, സൂര്യഗ്രഹണം പോലെയാണ് EMS എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. EMSനെ അറിയാലോ. അപ്പോൾ EMS സൂര്യനെ പോലെയാണ്, സൂര്യനെ പോലെ തിളങ്ങി നിൽക്കുന്ന ഒരാളാണ് EMS എന്ന് ആലോചിച്ച് വെക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? EMS എന്ന് പറഞ്ഞാൽ സൂര്യഗ്രഹണമാണ്. അപ്പോൾ ഇത് നോക്കി, ഈ ഇപ്പം പറഞ്ഞ സെന്റൻസിനെ തന്നെയല്ലേ നമ്മളിങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത്. എന്താ പറഞ്ഞത്? ഭൂമിക്കും അല്ലെ സൂര്യനും അല്ലെ, ഭൂമിക്കും സൂര്യനും ഇടയിൽ ആര് വരുന്നു? ചന്ദ്രൻ മധ്യത്തായി വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? സൂര്യഗ്രഹണം സംഭവിക്കുന്നത്. EMS എന്നോർത്ത് വെക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചന്ദ്രഗ്രഹണം എന്താണെന്ന് ചോദിക്കും. ചന്ദ്രഗ്രഹണം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് MES എന്നോർത്ത് വെച്ചാൽ മതി. MES എന്നോർത്ത് വെക്കുക അല്ലേ. MES എന്ന് പറഞ്ഞാൽ എന്താ? മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി എന്നുള്ള ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇസ്ലാം മതം, മുസ്ലിം അല്ലേ, അതൊക്കെ പറയുമ്പോൾ ചന്ദ്രനൊരു പ്രാധാന്യമുണ്ട്. ശരിയല്ലേ അല്ലേ? ചന്ദ്രനൊരു പ്രാധാന്യമുണ്ട്. അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. അപ്പോൾ ചന്ദ്രഗ്രഹണം MES ആണെന്ന് ഓർത്ത് വെക്കുക. അതായത് എന്താ MES? ചന്ദ്രനും അല്ലെ മൂണിനും സണ്ണിനും ഇടയിൽ ആര് വരുന്നു? എർത്ത് വരുന്നു, ഭൂമി വരുന്നു. സൂര്യനും ചന്ദ്രനും ഇടയിൽ മധ്യത്തായി ഭൂമി വരുമ്പോഴാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത്. അപ്പോൾ EMSഉം MESഉം മാത്രം ഓർത്ത് വെച്ചാൽ ഈ കാര്യം കിട്ടില്ലേ? എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ലേ? അതെ. അപ്പോൾ ചന്ദ്രഗ്രഹണം നടക്കുന്നത് വെളുത്തവാവ് പൗർണമി ദിവസങ്ങളിലാണ് എന്ന കാര്യം ഓർത്ത് വെക്കുക. ചന്ദ്രഗ്രഹണം നടക്കുന്നത് എപ്പോഴായിരിക്കും? വെളുത്തവാവ് പൗർണമി ദിവസങ്ങളിലാണ്. സൂര്യഗ്രഹണം സംഭവിക്കുന്നത് എപ്പോഴായിരിക്കും? കറുത്തവാവ് അമാവാസി ദിവസങ്ങളിലാണ് എന്ന കാര്യം ഓർത്ത് വെക്കുക. ഇത്രയും കഴിഞ്ഞാൽ നമുക്കിത് എളുപ്പത്തിൽ കിട്ടുന്ന ഒരു കാര്യമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നമുക്കിവിടെ എന്ത് ചെയ്യണം? നോക്കണം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താ? സൂര്യഗ്രഹണം നടക്കുമ്പോൾ അല്ലേ, സൂര്യഗ്രഹണമാണ് പറഞ്ഞത്. സൂര്യഗ്രഹണം എന്ന് പറയുമ്പോൾ നമുക്ക് ആരാണ്? MES ആണോ EMS ആണോ? സൂര്യനെ പോലെ EMS എന്നല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നോക്കുക, പൂർണ്ണചന്ദ്രൻ പ്രത്യക്ഷപ്പെടും. സൂര്യൻ ഭൂമിക്കും ചന്ദ്രനും ഇടയിൽ നീങ്ങിക്കൊണ്ടിരിക്കും. നോക്കണം, സൂര്യൻ ഭൂമിക്കും ചന്ദ്രനും ഇടയിൽ. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ്? ഭൂമി ചന്ദ്രൻ, അതിനിടയിൽ സൂര്യൻ വരുന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെ ശരിക്കും ആരാ വരേണ്ടത്? മൂണാണ് വരേണ്ടത്. ചന്ദ്രൻ ഭൂമിക്കും സൂര്യനുമിടയിൽ അല്ലെ, എർത്തിനും സൂര്യനുമിടയിൽ ചന്ദ്രൻ നീങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരി ഉത്തരം. അതേപോലെ ഇവിടെ ഏതാണ് ശരി ഉത്തരം എന്നുള്ളതൊന്ന് നോക്കിക്കേ. ഏതായിരിക്കും? EMS എന്നാണ് പറഞ്ഞത്. ചന്ദ്രൻ സെൻട്രൽ വരണം. അപ്പോൾ ചന്ദ്രൻ ഭൂമിക്കും സൂര്യനും ഇടയിൽ സഞ്ചരിക്കുന്നു. ഭൂമി അല്ലേ, ഭൂമി എന്ന് പറയുമ്പോൾ എർത്ത്, എസ് എന്ന് പറയുമ്പോൾ സണ്ണ്, അതിനിടയിൽ ചന്ദ്രൻ വരുന്നു. അപ്പോൾ ഓപ്ഷൻ എ അല്ലേ ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. കറക്റ്റാണ്. അപ്പോൾ നോക്കുക ഇവിടെ, പക്ഷേ ഇത് ഓപ്ഷനിൽ കാണുമ്പോൾ നമ്മൾ ടെൻഷൻ ആവും അല്ലേ. സൂര്യൻ ഭൂമിക്കും ചന്ദ്രനും ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MES എന്ന് പറയാം അല്ലേ. അത് നോക്കിയേ, ഇതിവിടെ EMS ആണ് നമ്മൾ ചോദിച്ചത്, സൂര്യഗ്രഹണമാണ് ചോദിച്ചത്. സൂര്യഗ്രഹണം നമ്മൾ EMS എന്നാണ് പറഞ്ഞത്. ചന്ദ്രഗ്രഹണമാണെങ്കിൽ MES എന്നാണ് നമ്മൾ പറഞ്ഞത്. അത് മാത്രം ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ചോദ്യം നമുക്ക് കിട്ടും. 2019 കാറ്റഗറി 1 ചോദിച്ചൊരു ചോദ്യം 2017 അതേ ചോദ്യം കുറച്ചുകൂടി മാറ്റങ്ങൾ വരുത്തിയിട്ട് കാറ്റഗറി 2 ചോദിച്ചിരിക്കുന്നു 2017. അപ്പോൾ ഈ ഒരു കാര്യം എളുപ്പമുള്ള ഒരു കാര്യമാണ്. MESഉം EMSഉം മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഇത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അതേ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക, അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാറ്റഗറി 1
2019 അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിൽ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് ഏത്? ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത്? ഇത് കാറ്റഗറി 2 2017 ഓഗസ്റ്റിൽ ചോദിച്ച ചോദ്യം. ഇത് കാറ്റഗറി 1 ചോദിച്ച ചോദ്യം വന്നിരിക്കുന്നത് ഒരേ ഭാഗത്തു നിന്നാണ്, ഗ്രഹം എന്ന ഭാഗത്തു നിന്നാണ് വന്നത്, ഗ്രഹങ്ങൾ എന്ന ഭാഗത്തു നിന്നാണ് വന്നത്. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏത് ഗ്രഹമാണ് എന്നാണ് ചോദ്യം. ഇവിടെ ഗ്രഹങ്ങളിൽ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് ഏതെന്നാണ് ചോദിച്ചത്. എളുപ്പമുള്ള ചോദ്യമാണ്, നമുക്കിതൊന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യം ഗ്രഹങ്ങളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ എത്ര ഗ്രഹങ്ങളുണ്ട്? 8 ഗ്രഹങ്ങളാണുള്ളത്. ഗ്രഹങ്ങൾ സൂര്യനിൽ നിന്ന് അകലത്തിനനുസരിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്നത് ബുധനാണ്. ബുധൻ കഴിഞ്ഞാൽ ശുക്രനാണ്. സൂര്യനിൽ നിന്ന് അകലത്തിൽ ഭൂമിയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ അത് മൂന്നാം സ്ഥാനമാണുള്ളത്, അല്ലേ? ഇനി 4ാം സ്ഥാനം ചൊവ്വ. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ. അത് കഴിഞ്ഞാൽ വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എളുപ്പത്തിൽ ഇത് നമ്മൾ പഠിച്ചു വെക്കണം, അല്ലേ? നമ്മളെ ഭൂമി സൂര്യനിൽ നിന്ന് അകലത്തിൽ എത്രാം സ്ഥാനത്താണ്? എളുപ്പമായിട്ട് ചിലപ്പോൾ ചോദ്യം വരാം. എന്താണ്? 3ാം സ്ഥാനമാണ്. എന്നാൽ വേറൊരു ചോദ്യം ചോദിക്കും, വലുപ്പത്തിൽ, അല്ലേ? വലുപ്പത്തിൽ ഭൂമിയുടെ സ്ഥാനം ചോദിച്ചാൽ, വലുപ്പക്രമത്തിൽ ഭൂമിയുടെ സ്ഥാനം ചോദിച്ചാൽ ഭൂമിയുടെ സ്ഥാനം 5ാം സ്ഥാനമാണ്. ഏതാണ്? 5 ആണ്. 5ാം സ്ഥാനമാണ്. അകലത്തിനനുസരിച്ച് 3ാം സ്ഥാനമാണ്, അല്ലേ? അതേപോലെ തന്നെ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്നത് ബുധനും സൂര്യനോട് ഏറ്റവും അകലെ കിടക്കുന്നത് നെപ്റ്റ്യൂൺ ആണ് എന്ന കാര്യം ഓർത്തു വെക്കണം. ബുധൻ, ശുക്രൻ, ഭൂമി, അല്ലേ? ബുധൻ കഴിഞ്ഞാൽ ശുക്രൻ കഴിഞ്ഞാൽ ഭൂമി, പിന്നെ ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഇതാണ് എന്താ? ഗ്രഹങ്ങൾ സൂര്യനിൽ നിന്നുള്ള അകലത്തിനനുസരിച്ച്. ഇനി വലുപ്പക്രമത്തിൽ ഏറ്റവും വലുതാരാ? ഏറ്റവും വലുത് വ്യാഴം. 1ാം സ്ഥാനം വ്യാഴമാണ്, അല്ലേ? വ്യാഴം കഴിഞ്ഞാൽ വലുപ്പക്രമത്തില് വ്യാഴം, ശനി, 2ാം സ്ഥാനം ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. 5ാം സ്ഥാനമാണ് ഭൂമിക്ക് ശുക്രൻ, ചൊവ്വ, ബുധൻ. നോക്കണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെക്കണം. വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഇത് നമ്മൾ എവിടെയെങ്കിലും ഇതേ ഓർഡറിൽ പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ ഇതേ ഓർഡർ തന്നെയാണ് ആദ്യത്തെ 4 വരിക. 5ാം സ്ഥാനം പിന്നെ നമ്മുടെ ഭൂമിക്കാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കണം, അല്ലേ? അത് ഭൂമി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആരാണ്? വലിപ്പക്രമത്തിലെ ശുക്രനാണ്, പിന്നെ ചൊവ്വ, പിന്നെ ബുധൻ. അപ്പോൾ ബുധൻ ചെറുതാണ് എന്ന കാര്യം ഓർത്ത് വെക്കുക. ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? നമ്മൾ പറഞ്ഞു ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ്. ഏറ്റവും ചെറിയ ഗ്രഹം ഏതായിരിക്കും? അത് ബുധനാണ്, അല്ലേ? സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്നത് ചോദിച്ചാലും ബുധനാണ്. സൂര്യനോട് ഏറ്റവും അകലെ കിടക്കുന്നത് ആരാണ്? അത് നെപ്റ്റ്യൂൺ ആണ്, അല്ലേ? ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്നത് നമ്മൾ ഇവിടെ പഠിക്കുന്ന സമയത്ത് ഭൂമിയോട് ഏറ്റവും, അല്ലേ? ഇവിടെ നമ്മൾ പഠിച്ചു ഭൂമി 3ാം സ്ഥാനമാണ്. 4ാം സ്ഥാനത്ത് ചൊവ്വയുണ്ട്, 2ാം സ്ഥാനത്ത് ശുക്രനുണ്ട്. ഈ 2ാം സ്ഥാനത്തുള്ള ശുക്രനാണ് ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു ഗ്രഹം. അതൊരു ചോദ്യമാണ്, വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഭൂമിയും ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ഗ്രഹം ശനിയാണ് എന്ന കാര്യം ഓർത്തു വെക്കണം. ചൂട് കൂടിയത് ശുക്രനാണ്, ഏറ്റവും തിളക്കമുള്ളതും ശുക്രനാണ്. അതുപോലെ തന്നെ പരിക്രമണം എന്താണ്? പരിക്രമണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഭൂമി, അല്ലേ? സൂര്യനെ എന്ത് ചെയ്യുന്നുണ്ട്? വലം വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ സൂര്യനെ വലം വെക്കുന്നതോടൊപ്പം സ്വന്തം അച്ചുതണ്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്? സ്വയം ഭ്രമണം ചെയ്യുന്നുണ്ട്. അപ്പോൾ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നു, അതിനെ ഭ്രമണമെന്നും, സ്വയം കറങ്ങുന്ന ആ ഭ്രമണത്തോടൊപ്പം സൂര്യനെ വലം വയ്ക്കുന്നതിനെ പരിക്രമണം എന്നുമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഏതൊരു വസ്തുവും കറങ്ങുമ്പോൾ അതിൻ്റെ അക്ഷം അതിനകത്ത് വരികയാണെങ്കിൽ അത് ഭ്രമണമാണ്, അക്ഷം പുറത്താണെങ്കിൽ അത് പരിക്രമണമാണ്. പരിക്രമണവുമായി ബന്ധപ്പെട്ട പരിക്രമണ വേഗത കൂടിയ ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ബുധനാണ്. ഓക്കെ, ഏറ്റവും കുറഞ്ഞ പെട്ടെന്ന് ബുധൻ സൂര്യനെ എന്ത് ചെയ്യുന്നുണ്ട്? വലം വെക്കുന്നുണ്ട്. ഏറ്റവും കുറവ് വേഗത വരുന്നത് നെപ്റ്റ്യൂണാണ്. കാരണം സൂര്യനെ വലം വെക്കുന്നതോടൊപ്പം മറ്റ് ഗ്രഹങ്ങളെല്ലാം വലം വെച്ച് വരുമ്പോൾ കുറച്ച് കൂടുതൽ സ്പേസ് വേണം. അപ്പോൾ ഏറ്റവും വേഗത കുറഞ്ഞത് നെപ്റ്റ്യൂണും ഏറ്റവും വേഗത കൂടിയത് ബുധനാണെന്ന കാര്യം ഓർത്ത് വെക്കണം. ഇനി ഈ ഒരു ദിവസം ഉണ്ടാവാൻ, അല്ലേ, രാവും പകലും ഉണ്ടാകുന്നതിന് കാരണം ഭ്രമണവും ഋതുഭേദങ്ങൾക്ക് കാരണം പരിക്രമണവുമാണ്. അതുകൊണ്ട് തന്നെ മെയിനായിട്ട് മനസ്സിലാക്കണം, വർഷത്തിന് ദൈർഘ്യം കൂടിയത് നെപ്റ്റ്യൂണാണ്. കാരണം എന്താ? പരിക്രമണ വേഗത ഏറ്റവും കുറവ് ഇതുകൊണ്ട്.
ഇനി ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ വർഷമുള്ള ഗ്രഹം ചോദിച്ചാലോ, ഒരു വർഷമാണല്ലോ നമ്മൾ ഒരു പരിക്രമണം എന്ന് പറയുന്നത്. ഭൂമിക്ക് സൂര്യനെ വലം വയ്ക്കാൻ 365 ദിവസം വേണം. അതാണ് ഒരു പരിക്രമണം, അതാണ് ഒരു വർഷം. അതുപോലെ ഏറ്റവും ദൈർഘ്യമുള്ള വർഷമുള്ളത് നെപ്റ്റ്യൂണും ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ വർഷമുള്ളത് ആർക്കായിരിക്കും? ബുധനാണ്. കാരണം സൂര്യനെ പെട്ടെന്ന് ചുറ്റാൻ കഴിയും. ഏറ്റവും ദൈർഘ്യം കൂടിയ ദിനരാത്രമുള്ളത് ചോദിച്ചാൽ, അതായത് ദിനരാത്രം രാവും പകലും കൂടുതലുള്ളത് ചോദിച്ചാൽ ശുക്രനാണ് എന്ന കാര്യം ഓർത്ത് വെക്കണം. ഇനി ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിനരാത്രം ചോദിച്ചാൽ അത് വ്യാഴമാണ്. ദൈർഘ്യമുള്ളത് ശുക്രൻ, ദൈർഘ്യം കുറഞ്ഞത് ചോദിച്ചാൽ വ്യാഴമാണ്. ഭ്രമണ വേഗത ഏറ്റവും കൂടുതൽ. ഭ്രമണ വേഗത എന്ന് പറഞ്ഞാൽ എന്താ? ഒരു തവണ സ്വയം കറങ്ങാൻ വേണ്ടതാണ് ഭ്രമണം. നമ്മുടെ ഭൂമിക്ക് 24 മണിക്കൂറാണ് വരുന്നത് അല്ലേ? അപ്പോൾ ഭ്രമണ വേഗത കൂടിയത് കൊണ്ട് ചെറിയ ഒരു ദിവസത്തിന് വളരെ കുറച്ച് സമയമേ ഉണ്ടാവുള്ളൂ. ഏത് ഗ്രഹമാണ്? വ്യാഴമാണ് എന്ന കാര്യം ഓർത്ത് വെക്കണം. ഭ്രമണ വേഗത ഏറ്റവും കുറഞ്ഞത് നമ്മുടെ ശുക്രനാണ് എന്ന കാര്യം ഓർത്ത് വെക്കണം. നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമി, പച്ചഗ്രഹം യുറാനസ്, ചുവന്ന ഗ്രഹം. നമ്മുടെ ചോദ്യത്തിൽ എന്താണ് ചുവന്ന ഗ്രഹം ഏത് എന്നുള്ളതാണ് ഒരു ചോദ്യ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ചുവന്ന ഗ്രഹം ഏത് എന്നുള്ളതാണ് അല്ലേ? നോക്കിയേ, യെസ് നോക്കാം. ചുവന്ന ഗ്രഹം ഏത് എന്നാണ് ചോദ്യം. ചുവന്ന ഗ്രഹം ചൊവ്വയാണ്. സൗരയൂഥത്തിൽ ഗ്രഹങ്ങളിൽ നിന്ന് സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏത്? സൂര്യനിൽ നിന്ന് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് ഏതാ? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ എന്നാണ്. അപ്പൊ ബുധൻ ആണ് ഇവിടുത്തെ ഉത്തരം. അപ്പോൾ ഈ ചോദ്യങ്ങൾ ഒരുവിധം എളുപ്പത്തിൽ കിട്ടും. ഒന്ന് നന്നായി നോക്കിയാൽ മാത്രം മതി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എളുപ്പമുള്ള ചോദ്യമാണ്. ഇനി ഇവിടെ കൺഫ്യൂസ് ചെയ്യാൻ സാധ്യതയുള്ള ചോദ്യം, ചുവന്ന ഗ്രഹം ചൊവ്വയാണെങ്കിൽ ചുവന്ന പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം ചോദിച്ചാൽ വ്യാഴമാണ്. വെളുത്ത വലിയ പൊട്ട് കാണപ്പെടുന്നത് ശനിയാണ്. ഇനി വലിയ കറുത്ത പൊട്ട് കാണുമ്പോൾ അത് നെപ്റ്റ്യൂണാണ് എന്ന കാര്യം ഓർത്ത് വെക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുന്ന് ഒരു ചോദ്യം ഉറപ്പായിട്ടും നമ്മുടെ ഇനി വരുന്ന കേട്ടിട്ട് പരീക്ഷയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഉറപ്പിച്ച് പറയുന്നു. കാരണം 2 പരീക്ഷയിലും സെയിം ഒരേ ടോപ്പിക്കിൽ നിന്ന് ഒരു 2 പരീക്ഷ എന്ന് പറഞ്ഞാൽ ഞാൻ ചുമ്മാ റാൻഡമായിട്ട് എടുത്ത 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരേ ഭാഗത്തു നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ പരീക്ഷയ്ക്കും വരും. യെസ്. അപ്പോൾ അടുത്ത ചോദ്യം, വാഹനങ്ങളിൽ പിൻകാഴ്ചയ്ക്ക് ഉപയോഗിക്കുന്നത് ഏതിനം ദർപ്പണമാണ് എന്നാണ് ചോദ്യം. വാഹനങ്ങളിൽ പിൻകാഴ്ചയ്ക്ക് പുറകിലെ കാഴ്ചകൾ കാണാനായിട്ട് ഉപയോഗിക്കുന്നത് ഏതിനം ദർപ്പണമാണ്? ഏതിനം മിററാണ്? കോൺകേവ് ദർപ്പണം, കോൺവെക്സ്, സമതലം, ബൈകോൺവെക്സ് എന്നിങ്ങനെയാണ് ഓപ്ഷൻ വന്നിട്ടുള്ളത്. ഇത് 2019 നടന്ന കാറ്റഗറി 1 ഒരു ചോദ്യമാണ്. 2019 ജൂണിൽ നടന്ന പരീക്ഷയുടെ ചോദ്യമാണ്. എന്താ ചോദ്യം? ദർപ്പണവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ളത് കോൺകേവ്, കോൺവെക്സ്, സമതലം ഇങ്ങനെയുള്ള ദർപ്പണങ്ങൾ തന്നിട്ട് അതിൻ്റെ ഉപയോഗം ആണ് ഇവിടെ ചോദിച്ചത്. ഇവിടെ വാഹനങ്ങളിൽ പിൻകാഴ്ചയ്ക്ക് അല്ലേ കോൺവെക്സ് ആണ് കേട്ടോ, എളുപ്പത്തിൽ കിട്ടുക. അത് നിങ്ങൾ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ വെഹിക്കിള്, അപ്പോൾ കോൺവെക്സ് വെഹിക്കിൾ എന്ന് ആലോചിച്ച് വെച്ചാൽ മതി, മറക്കില്ല. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. കോൺവെക്സ് ദർപ്പണം, കോൺവെക്സ് ദർപ്പണത്തിൻ്റെ ഒരു ഉപയോഗം ഒന്ന് ആലോചിച്ച് നോക്കുക. വലിയ വസ്തുക്കളെ ചെറുതാക്കി കാണാൻ കഴിയും, ശരിയല്ലേ? നമ്മുടെ വാഹനങ്ങളിലെ റിയർ വ്യൂ മിറർ നോക്കിക്കഴിഞ്ഞാൽ വലിയ ലോറിയൊക്കെ നമുക്ക് ആ മിററിനകത്ത്, കുഞ്ഞു മിററിനകത്ത് കാണാൻ കഴിയും, ശരിയല്ലേ? കൃത്യമായിട്ട് ആ റോഡും രണ്ട് ലോറി ഉണ്ടെങ്കിൽ ആ ലോറിയും എല്ലാം തന്നെ വളരെ കുഞ്ഞാക്കി ആ മിററിൽ കാണിക്കാൻ പറ്റും. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞ കോൺവെക്സ് മിററിൻ്റെ പ്രത്യേകത. റിഫ്ലക്ടറുകൾ, ശരിയല്ലേ? നമ്മൾ റോഡുകളിൽ വളവുകളൊക്കെ തിരിഞ്ഞു വരുമ്പോൾ നമുക്ക് വിസിബിലിറ്റി ഇല്ലാതിരിക്കുമ്പോൾ റോഡിൻ്റെ വശങ്ങളിൽ എന്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ? ഒരു മിറർ വെച്ചിട്ടുണ്ടാകും. ആ മിറർ നോക്കിയാൽ മതി, അപ്പുറത്ത് വരുന്ന വാഹനങ്ങളിലൊക്കെ റിഫ്ലക്ഷൻ നമുക്ക് ആ മിററിൽ കാണാൻ കഴിയും. അപ്പോൾ റിഫ്ലക്ടറുകളിലും റിയർ വ്യൂ മിററിലും തെരുവ് വിളക്കുകളിലും എങ്ങനെയുള്ള ദർപ്പണമാണ്? കോൺവെക്സ് ദർപ്പണമാണ്. കോൺകേവ് ദർപ്പണങ്ങൾ എങ്ങനെയായിരിക്കും? ടോർച്ചിലെ റിഫ്ലക്ടർ, സോളാർ കുക്കർ, ഷേവിംഗ് മിറർ. ഷേവിംഗ് മിറർ ഇതിൻ്റെ പ്രത്യേകത എന്താ? നമുക്ക് ഷേവ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം കാണേണ്ടത്? നമ്മുടെ അല്ലേ മീശയും താടിയും എല്ലാം വളരെ മൈന്യൂട്ടായിട്ടുള്ള ഈ സാധനങ്ങളെല്ലാം വളരെ ക്ലിയർ ആയി കാണെങ്കിൽ അത് വലുപ്പത്തിൽ കാണിക്കണം, വലുതാക്കി കാണിക്കണം അതിനുവേണ്ടി. അപ്പം ചെറിയ വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്ന ദർപ്പണം ഏതാ? കേവ് ദർപ്പണമാണ് അല്ലേ? സിനിമ പ്രൊജക്ടർ, ഡോക്ടർമാരുടെ ഹെഡിലുള്ള ഹെഡ് മിറർ, ഇതിലൊക്കെ എങ്ങനെയായിരിക്കും?
കോൺകേവ് ദർപ്പണമാണ് എന്ന കാര്യം ഓർത്ത് വെക്കുക. ഇനി മുഖം നോക്കുന്ന കണ്ണാടി എങ്ങനെയായിരിക്കും? മുഖം നോക്കാൻ ഉപയോഗിക്കുന്നത് സമതല ദർപ്പണമാണ്. കാലിഡോസ്കോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് അല്ലേ? കാലിഡോസ്കോപ്പ് എന്താണെന്നുള്ളത് ജസ്റ്റ് നോക്കുക. അതിലും എന്താണ്? സമതല ദർപ്പണമാണ് എന്ന കാര്യമാണ്. അപ്പം നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ നോക്കിയ ചോദ്യങ്ങളെല്ലാം തന്നെ കാറ്റഗറി 1-ലുള്ള ചോദ്യങ്ങളാണ് എന്ന് വെച്ച് ഇത് കാറ്റഗറി 2-ൽ ചോദിക്കില്ല എന്നുണ്ടാവും? ഇല്ല, കാറ്റഗറി 2-ലും ചോദിക്കും. കാരണം ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയത്. ഇനിയും തുടർച്ചയായിട്ട് ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമ്മൾ സൈക്കോളജി ഭാഗങ്ങളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ഇതേപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് സ്ട്രെസ് ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് തരുന്നുണ്ട്. ആ ഭാഗങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കൂ. അടുത്ത പരീക്ഷയിൽ ഉറപ്പായിട്ടും ഇതിൽ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളിൽ നിന്നും ഓരോ മാർക്ക് വീതം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഭദ്രമാക്കാൻ പറ്റും.